കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ മുഖ്യപ്രതി സിൻജോ ജോൺസൺ തൻ്റെ കരാട്ട മികവ് കണ്ണില്ലാ ക്രൂരതയാക്കിയപ്പോഴാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരണത്തിന് കീഴടങ്ങിയതെന്ന് പോലീസ്. സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നതിനിടെ ചവിട്ടി താഴെയിട്ടതും വയറിനു മുകളിൽ തള്ളവിരൽ പ്രയോഗം നടത്തിയതുമെല്ലാം സിൻജോയാണ്. കൂടാതെ ഒട്ടേറെ തവണ അടിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിച്ച് അടിപ്പിക്കുകയും ചെയ്തു. പോരാത്തതിന് സിദ്ധാർത്ഥൻ്റെ കണ്ടനാളം കൈവിരലുകൾ വെച്ച് അമർത്തിപ്പിടിച്ചു. ഇതോടെയാണ് സിദ്ധാർത്ഥൻ വെള്ളം കൊടുത്തിട്ട് പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിലായതെന്ന് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകി. അവശനായ സിദ്ധാർത്ഥൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ എത്തിച്ചു കൊടുത്തെങ്കിലും കാര്യമുണ്ടായില്ല. ഒടുവിൽ വിശപ്പും ദാഹവും മാറാതെയാണ് സഹപാഠികളുടെ ക്രൂരതയ്ക്കിരയായ ആ വിദ്യാർത്ഥി മരിച്ചത്. ആൾക്കൂട്ട വിചാരണ നടത്താനുള്ള പ്ലാനും സിൻജോയുടേതായിരുന്നു. സംഭവം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാവില്ലെന്ന് സിൻജോ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ സിൻജോയെ പോലീസ് മുഖ്യപ്രതിയാക്കിയിരുന്നു. ക്രൂരത കാണിച്ചതിൽ രണ്ടാമൻ കാശിനാഥനാണ്. ബെൽറ്റ് കൊണ്ട് കൂടുതൽ തവണ അടിച്ചത് കാശിനാഥനാണ്. ഇയാൾ മനോനില തെറ്റിയ പോലെയാണ് സിദ്ധാർത്ഥിനോട് പെരുമാറിയത്. സൈക്കോ എന്നാണ് അറിയപ്പെടുന്നത് പോലും. സിദ്ധാർത്ഥനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് വിദ്യാർത്ഥികൾ തന്നോട് പറഞ്ഞെന്ന് വെളിപ്പെടുത്തലുമായി വൈത്തിരി പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ NJ ജ്യോതിഷ് കുമാർ പറയുന്നത്. സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ ശേഷം 2 SFIക്കാർ അകത്തു കയറി വാതിലടച്ച ശേഷം പുറത്തുനിന്ന് 5 പേർ വാതിലിൽ ചവിട്ടിപ്പൊളിക്കുകയായിരുന്നുവെന്നാണ് ജ്യോതിഷ് കുമാർ ന്യൂസ് ചാനലിനോട് പറഞ്ഞത്. ഇതിനു പുറമെ 2 പ്രതികളെ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥൻ മരിച്ചതിന് ശേഷം കള്ളപ്പരാതി നൽകിയ പെൺകുട്ടിയെയും അക്ഷയ് എന്ന മറ്റൊരു പ്രതിയെയും ഇപ്പോഴും പോലീസ് അന്വേഷിക്കുകയോ അവർക്കെതിരെ ഒന്നും ചെയ്യുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. സിദ്ധാർത്ഥനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി അമ്മ അക്ഷയെ വിളിച്ചപ്പോൾ അക്ഷയ് കള്ളനുണ പറയുകയായിരുന്നു. അവനിവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്, ഉറങ്ങുകയാണ്, അവൻ എഴുന്നേറ്റിട്ട് വിളിക്കാമെന്ന് അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം തൻ്റെ മകൻ ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്നത് പിന്നീടാണ് ആ അമ്മ അറിയുന്നത്. ഒരിക്കലും ആ അമ്മ കരുതിയിട്ടുണ്ടായിരുന്നില്ല അക്ഷയ് തന്നെ ചതിക്കുമെന്ന്. സിദ്ധാർത്ഥിൻ്റെ ഒപ്പം അക്ഷയും ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥിന് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ കൃത്യമായി അവനറിയാം. അവനെ ഒന്ന് വ്യക്തമായി ചോദ്യം ചെയ്താൽ സിദ്ധാർത്ഥന് സംഭവിച്ചത് മണിമണിയായി അവൻ പറയും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ലല്ലോ. അവനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പാവം ആ അമ്മയും അച്ഛനും ആഗ്രഹിച്ചതുപോലെ ഒരു നീതി അവർക്ക് കിട്ടുമോ എന്ന സംശയത്തിലാണിപ്പോൾ.